30 ദിവസം മുടങ്ങാതെ ശിവപൂജയും ജലധാരയും ഉദ്ദിഷ്ടകാര്യസിദ്ധി പൂജയും ഉണ്ടായിരിക്കും. 4 വ്യാഴാഴ്ച മഹാവിഷ്ണു പൂജ, തുളസിമാല, നെയ്വിളക്ക്, പാൽപ്പായസ നിവേദ്യം എന്നിവ ഉണ്ടായിരിക്കും. 4 വെള്ളിയാഴ്ച ശ്രീസൂക്തം ഗണപതി ഹോമം ഉണ്ടായിരിക്കും. താമരമൊട്ട് വെണ്ണ പുരട്ടിക്കൊണ്ട് കടബാധ്യതകൾ തീരുന്നതിന് വേണ്ടിയിട്ട് ഹോമിക്കുന്ന പൂജയാണ് ഇത്. 4 വെള്ളിയാഴ്ച ഭദ്രകാളി ദേവി പൂജ, കുരുതി പുഷ്പാഞ്ജലി എന്നിവ ഉണ്ടായിരിക്കും. ശത്രുദോഷം, ആഭിചാരം, ദൃഷ്ടിദോഷം, കൺദോഷം, പ്രാക്കുദോഷം, കുടുംബദേവതാദോഷം, കുലദേവതാദോഷം എന്നിവ വിട്ടൊഴിഞ്ഞു മാറുന്നതിനുള്ള പൂജയാണ്. 4 വെള്ളിയാഴ്ച വജ്രകോശം വരാഹി ദേവി പൂജ ഉണ്ടായിരിക്കും. കടബാധ്യതകൾ വിട്ടൊഴിഞ്ഞു മാറുന്നതിനും സർവ്വ ഐശ്വര്യം ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ടുള്ള പൂജകളാണ്. 4 ശനിയാഴ്ച ഹനുമാൻ സ്വാമി പൂജ, വെറ്റിലമാല സമർപ്പണം, കുങ്കുമ അർച്ചന, വെണ്ണ നിവേദ്യം എന്നിവ ഉണ്ടായിരിക്കും. ഉദ്ദിഷ്ട കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്നതിന് വേണ്ടിയിട്ടും സർവ്വ ഐശ്വര്യത്തിനും. 4 ശനിയാഴ്ച നീലാഞ്ജനം വിളക്ക്, എള്ളുപായസ നിവേദ്യം എന്നിവ ഉണ്ടായിരിക്കും. തേങ്ങാമുറി പൊട്ടിച്ച് അതിൽ വിളക്ക് കത്തിക്കുന്ന പൂജയാണ്. താല്പര്യമുള്ള ഭക്തജനങ്ങൾ പേര്, നക്ഷത്രം എന്നിവ വാട്സപ്പ് ചെയ്യുക.